ഹലോ. അപ്പോൾ ഇപ്പോൾ 5:30 സമയം ആവണു കേട്ടോ. ഉമ്മാക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വോട്ടിന് പോവാന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഉമ്മാൻ്റെ വോട്ട് ഞാനാണ് ചെയ്യണത് കേട്ടോ. ഓപ്പൺ വോട്ടായിട്ട് ചെയ്യുകയാണ്. ഉമ്മാൻ്റെ രണ്ട് കാലും സർജറി കഴിഞ്ഞുകൊണ്ട് ഉമ്മാക്ക് നടക്കാനുമായി കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് ഉമ്മാക്ക് നല്ല ഊരവേദനയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉമ്മ ഇടക്ക് പറയും എനിക്ക് വോട്ടൊന്നും ചെയ്യണ്ട, ചെയ്യണില്ല എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറയും എനിക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്ന്. പിന്നെ ചോദിക്കുമ്പോൾ പറയും എനിക്ക് വോട്ടൊന്നും ചെയ്യണ്ട, എനിക്ക് പോകാനൊന്നും വയ്യ എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ വൈകുന്നേരം എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി പോവാന്ന് ഇങ്ങനെ കരുതിയിട്ട് അങ്ങനെ അവിടെ ഇപ്പൊ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ കണ്ട് വണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഉണ്ട് പുറത്ത്, ഇന്നും നീനും എല്ലാരും ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പൊ ഇങ്ങനെ നിനോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മാക്ക് എടരിക്കോട് GUP സ്കൂളിലാണ് വോട്ട് കേട്ടോ. ഉമ്മാക്ക് അവിടെ തന്നെ വരലുള്ളൂ. എനിക്ക് PKM സ്കൂളിലായിരുന്നു വോട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ രണ്ട് കയ്യിലും വോട്ടിന്റെ വര വരുമല്ലോ. അങ്ങനെ ഓട്ടോ ഒക്കെ വന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ അവിടെ എത്തിയതിന്റെ ശേഷം എനിക്ക് കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ എല്ലായിടത്തും ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഫോൺ കൊണ്ടുപോകാൻ പറ്റണില്ല, ഫോണൊക്കെ പുറത്ത് വെക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉമ്മാന്റെ സ്ലിപ്പും ആധാർ കാർഡും ഒക്കെ കയ്യിൽ വെച്ച് ഓട്ടോയിൽ പോവാണ് കേട്ടോ. ഇതാണ് സ്കൂള്, എടരിക്കോട് GUP സ്കൂള്. ഇപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഉമ്മാക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടൊന്നും വന്നില്ല കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റൂല, സർജറി കഴിഞ്ഞാണ് കാലിനെന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പുറത്തേക്ക് വന്നു. സൈന് ഉമ്മാന്റെ തമ്പൊക്കെ എടുത്ത് ചെയ്തു. ഞാൻ നേരെ പോയി അങ്ങ് വോട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ എൻ്റെ വലത് കൈയിലും ഒരു വര കിട്ടി, ഇടത് കൈയിലും ഒരു വര കിട്ടി. അങ്ങനെ രണ്ട് വോട്ട്, പഞ്ചായത്ത് വോട്ടും അതേപോലെ ഓപ്പൺ വോട്ടായിട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ശരി.